വെൽക്കം ടു യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ട്രിവാൻഡ്രത്ത് വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് മിസ് ചെയ്യുന്നത്? സോ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് വിടുകയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പെർഫോമൻസ് കാണാൻ. സോ ലെറ്റ്സ് ഗോ. മഴയായിരുന്നിട്ട് പോലും ഞങ്ങൾ 2 വീലർ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റോഡിൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈസിയസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എപ്പോഴും സ്കൂട്ടറാണ്. കാരണം ലൈക്ക് എവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയാലും നമുക്ക് ഗ്യാപ്പ് അടിച്ച് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 വീലർ എടുത്തിട്ടാണ് കേട്ടോ പോയത്. റോഡ് ഫുൾ ഒട്ടുക്കത്ത ബ്ലോക്കായിരുന്നു. പിന്നെ 2 സൈഡിലും ലൈറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. എങ്കിലും ഈ ബ്ലോക്കിൽ കിടന്ന് പോകുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമായ കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുവാണ് ഈ ട്രാഫിക് പോലീസ് ആൾക്കാരോട്. കാരണം നോർമലി ഞങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ക്ഷമ കംപ്ലീറ്റ് നശിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്ലോക്കിനിടയ്ക്ക് ഇത്രയും പേഷ്യൻസോടെ നിൽക്കുന്നവരെ ശരിക്കും ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. ഈ ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് ബ്ലോക്കാന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. ഞങ്ങൾക്ക് ഈ ബ്ലോക്കിൽ കിടന്ന് മടുത്ത് 2 വീലറായിട്ട് ഈ അവസ്ഥ. അപ്പോൾ കാറൂടെ എടുത്തിരുന്നെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നിൽക്കേണ്ട ഒരു ഗതികേടായേനെ. വിനീത് ശ്രീനിവാസൻ്റെ പരിപാടി കാണാനായിട്ട് വന്നതാണ്. മുടിഞ്ഞ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. പക്ഷേ 2 വീലർ പോലും വയ്ക്കാനൊരു സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. യൂഷ്വലി എല്ലാ വർഷവും നല്ല നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പോൾ പക്ഷേ വിനീത് ശ്രീനിവാസൻ്റെ പ്രോഗ്രാമിന് ഒടുക്കത്ത തിരക്കായിരുന്നു. നമുക്ക് 2 വീലേഴ്സ് പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ട് നാട്ടിൽ കിടക്കുന്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ. വിനീത് ശ്രീനിവാസൻ്റെ പാട്ടിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഓഫ് കോഴ്സ് അത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ തിരിച്ച് നേരെ സ്റ്റുഡിയോയിലോട്ട് പോവാണ്. കാരണം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ടായിരുന്നു. 1-2 ഐറ്റംസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കണമായിരുന്നു. അങ്ങനെ നേരെ നമ്മുടെ കേശവദാസപുരത്തുള്ള സ്റ്റുഡിയോയിലോട്ടാണ് വന്നതും. ഹസ്ബൻഡിന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് അവിടെ നിന്നൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോ മുഴുവൻ പരതിയിട്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചു. ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു സ്റ്റുഡിയോ എങ്ങാനും പൂട്ടിപ്പോകുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ അവിടെ നിന്നും വിട്ടു. ഇൻ ബിറ്റ്വീൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഓണം കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് നല്ല കളക്ഷൻസ് എനിക്ക് അവിടെ തോന്നിയില്ല. അപ്പോൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യണമെങ്കിൽ ഉടനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങളൊരു തട്ടുകടയിലോട്ട് പോയി നന്നായിട്ട് തട്ടൊക്കെ അടിച്ചു. നമ്മൾ പരുത്തിപ്പാറ ഏരിയയിൽ കംപ്ലീറ്റ് തട്ടുകടകൾ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ശരിക്കും ഞാൻ മിസ് ചെയ്തായിരുന്നു ഈ ഒരു സമയത്ത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷെ മുടിഞ്ഞ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് നേരെ ജോലി എൻജോയ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അടിപൊളിയായിരുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.